ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഒരു ബീഫും പഴംപൊരിയും കൊണ്ടുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള, അതായത് നല്ലൊരു കോമ്പിനേഷനാണ്. ഒരുപാട് പോപ്പുലർ അല്ലേ ഈ കോമ്പിനേഷൻ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ബീഫിൻ്റെ ഒരു എരിവും പിന്നെ ഏത്തക്കാപ്പം അഥവാ പഴംപൊരിയുടെ ആ ഒരു മധുരം ഒരാളെ ചേർത്ത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ ഞാൻ ഈ വീഡിയോ നേരത്തെ എടുത്ത് വെച്ചതായതുകൊണ്ട് മസാലയൊക്കെ ചേർത്തത് കറക്റ്റായിട്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് മറന്നുപോയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ഗരം മസാലയാണോ ചിക്കൻ മസാലയാണോ ചേർത്ത് എനിക്ക് ഓർമ്മയില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അതിന് ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റാണ്. പിന്നെ ഗരം മസാലയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ്. അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഴംപൊരിയുടെ വീഡിയോ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇതിൽ കൊടുക്കാം. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ നോക്കിയാൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ പഴംപൊരിയും ബീഫും കൂടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുക്കറിൽ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 സവാള, ഇതേപോലെ വലിയ സവാളയാണ് കേട്ടോ, നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇത് നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് അതായത് നല്ലതായിട്ട് സോഫ്റ്റ് ആവണം സവാള. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആകുമ്പോൾ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, അതുപോലെ 7 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഫെണൽ സീഡ്സ് അതായത് പെരിഞ്ചീരം പൊടിക്കാത്തത് ഒരു 1/2 ടീസ്പൂണ്, ഇതിൻ്റെ കൂടെ 1 ഗ്രാമ്പു. ഇത്രയും നമ്മളൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് ചതഞ്ഞ് അരഞ്ഞു പോരുത്, ജസ്റ്റ് ചതച്ചെടുത്താൽ മതി. ഇതിട്ടിട്ട് നല്ലതുപോലെ വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാല ഏകദേശം 1 നുള്ള് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയുടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. അപ്പം നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ അത്രയും ചേർക്കരുത്. ഗരം മസാല ചേർക്കുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. അപ്പം മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ആയ ശേഷം ഇതിലേക്ക് 1 കിലോ ബീഫ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെള്ളം വാലാൻ വെച്ചതാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാലാൻ വെച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഈ ഒരു മസാലയിൽ ഈ ബീഫ് നല്ലതുപോലെ ഒന്ന് പുരണ്ട് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ ഇളക്കണം. ഏകദേശം ഒരു 1.5 മിനിറ്റെങ്കിലും ഒന്ന് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിൽ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടെ കിട്ടണമല്ലോ. അപ്പോൾ അതിനായിട്ടാണ് ഈ ഇളക്കുന്നതൊക്കെ പ്രത്യേകം ഓർക്കണം. ഇതൊരു ടിപ്പാണ്, ഇത് മിസ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും 4 വിസിൽ അടുപ്പിച്ചു. ഓഫാക്കിയതിന് ശേഷം ഞാൻ സ്റ്റീമൊക്കെ പോയ ശേഷം ഇത് തുറന്നതാണ്. നോക്കുക, നിങ്ങളതിൻ്റെ ലുക്ക് നോക്കുക, നല്ല രസമല്ലേ കാണാൻ. അതായത് നല്ല റിച്ച് ഗ്രേവിയാണ്, അതുപോലെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ലേശം കടുക്, 2-3 കൊച്ചുള്ളിയും ഇച്ചിരി കറിവേപ്പിലയും കൂടെ 1 നുള്ള് കായവും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കടുക് താളിച്ചെന്നേ ഉള്ളൂ, കുക്കറിൽ ചെയ്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് താളിച്ചാൽ മതി, കടുക് താളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മസാല ഒരുപാട് കൂടരുത്. അത് ഞാൻ ലാസ്റ്റ് ലേശം ഒരു കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അതുപോലെ ഗരം മസാല ചേർക്കുമ്പോൾ ഒരുപാട് കൂടരുത്, 1/2 ടേബിൾ സ്പൂൺ മുതൽ അങ്ങനെ വേണം, നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറായി, നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് പഴംപൊരി തയ്യാറാക്കാം.
നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1.5 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് അരിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം ദോശമാവ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഇളക്കണം. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം നല്ലതുപോലെ മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഏകദേശം ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിലാകുമ്പോൾ നമുക്ക് റെഡിയാകും കേട്ടോ. പക്ഷേ ഞാൻ എന്ത് ചെയ്തറിയോ, ഒരു ബീറ്ററും കൂടി ഉപയോഗിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തു. അപ്പം മാവ് നല്ലൊരു പരുവത്തിൽ കിട്ടി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ അതെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഒരു ഏത്തയ്ക്ക ഒരു 7-8 കഷ്ണങ്ങളായിട്ട് ചീന്തി എടുക്കുക ചെയ്ത് കേട്ടോ, അല്ലാതെ മുറിച്ചെടുക്കുകയല്ല ചെയ്ത്. അപ്പോൾ 7 കഷ്ണങ്ങളായിട്ട് കിട്ടും ചീന്തി എടുക്കുമ്പോൾ. അപ്പോൾ കൂടുതൽ ഏത്തയ്ക്കാപ്പം കിട്ടും കേട്ടോ. ഞാൻ പക്ഷേ ഇതിലത് കാണിച്ചിട്ടില്ല. ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇതേപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് ബാറ്ററിലോട്ട് മുക്കി 2 സൈഡും മുക്കി നല്ലതുപോലെ മാവ് അതിൽ പുരണ്ടിരിക്കണം കേട്ടോ. എന്നാലേ ഒരു ലുക്ക് കാണത്തുള്ളൂ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അങ്ങനെ ഇത് 2 സൈഡും പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഒരു സമയം 3-4 വെച്ചാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ഏത്തയ്ക്കാപ്പം മുഴുവൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏത്തയ്ക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി, ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഏത്തയ്ക്കാപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. പഴംപൊരിയും ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ബീഫ്, നല്ല ടേസ്റ്റാണ്. കാണാൻ എങ്ങനെ കണ്ടില്ലേ, നല്ല രസമല്ല കാണാൻ. നല്ല റിച്ചായിട്ടുള്ള ഗ്രേവിയാണ്. ഇതേപോലെ ഒരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ടേസ്റ്റ് മീൻസ് കുത്തൽച്ചവയൊന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഗ്രേവി നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടി നിങ്ങൾ ഗരം മസാലയും പെപ്പറും ഒക്കെ ചേർക്കുമ്പോൾ നോക്കിയും കണ്ടും വേണം ചേർക്കാൻ. ഗരം മസാല ഒന്നും കൂടിപ്പോരുത്. ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുതലേന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ പോലും ചേർക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു വ്യത്യസ്ത കോമ്പിനേഷനാണ്. എരിവും പിന്നെ ഇച്ചിരി ഏത്തയ്ക്കാപ്പത്തിൻ്റെ ഒരു രുചിയും എല്ലാം കൂടെ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.